എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. അകത്തിൻ്റെ രാമായണ മാസ കഥകളിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാമായണം എന്നുള്ളത് രാമൻ്റെ യാത്രയാണെങ്കിലും രാമായണത്തിൽ നിരവധിയായിട്ടുള്ള കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് രാമൻ എന്നുള്ളതിൽ സംശയമില്ല. എങ്കിലും രാമനിൽ നിന്ന് പഠിക്കുന്നത് പോലെ തന്നെ മറ്റ് അനേകം കഥാപാത്രങ്ങളിൽ നിന്നും പലതും രാമായണത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. രാമായണം ഏറ്റവും കൂടുതൽ പറഞ്ഞു വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് കർമ്മ സിദ്ധാന്തത്തെക്കുറിച്ചാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം എങ്ങനെയായിരിക്കും നമ്മൾ അനുഭവിക്കേണ്ടി വരിക. ഇത് പല സ്ഥലത്തായി നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും. അതിലേറ്റവും വിശേഷപ്പെട്ട ഒരു കഥയാണ് ശ്രവണകുമാരൻ്റെ കഥ. ശ്രവണകുമാരൻ എന്ന മുനികുമാരൻ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മമാരായിട്ടുള്ള ശാന്തനു, ജ്ഞാനവതി എന്നീ അന്ധരായിട്ടുള്ള ദമ്പതിമാരുടെ ഏക മകനായിരുന്നു. വലിയ സ്നേഹമായിരുന്നു അദ്ദേഹത്തിന് തങ്ങളുടെ മാതാപിതാക്കളോട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ ആവശ്യങ്ങളും പരമാവധി നിറവേറ്റാനും അവരെ വേണ്ട രീതിയിൽ അവർക്ക് വേണ്ട ശുശ്രൂഷകൾ നൽകാനും ശ്രവണകുമാരൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഒരിക്കൽ ശ്രവണകുമാരൻ്റെ അച്ഛനമ്മമാരായിട്ടുള്ള ശാന്തനുവും ജ്ഞാനവതിയും ശ്രവണകുമാരനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ഭാരതത്തിലെ ക്ഷേത്രങ്ങളൊക്കെ ഒന്ന് കണ്ടു തൊഴണം എന്നാഗ്രഹമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മകന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് അതുവരെ കൊണ്ടുപോകുമോ എന്നവർ ചോദിച്ചു. ശ്രവണകുമാരനാണെങ്കിൽ മാതാപിതാക്കളുടെ വാക്കുകൾക്ക് വളരെയധികം വില കൽപ്പിക്കുന്ന ആളായിരുന്നു. തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനമ്മമാർക്ക് എന്താവശ്യം വന്നാലും നിറവേറ്റി കൊടുക്കും എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചിരുന്ന അദ്ദേഹം അന്ധരായിട്ടുള്ള തൻ്റെ ദമ്പതിമാരായിട്ടുള്ള മാതാപിതാക്കളെ ഓരോ കുട്ടയിൽ ഒരു വലിയ കമ്പിൻ്റെ രണ്ട് അറ്റത്തായി അത് കെട്ടിയതിന് ശേഷം തോളിലേറ്റിക്കൊണ്ട് സഞ്ചാരത്തിനായി ഇറങ്ങി പുറപ്പെട്ടു. അവർ പലതരത്തിലുള്ള ക്ഷേത്രങ്ങളിലും കയറി ദർശനം നടത്തി. തങ്ങളുടെ മകനെക്കുറിച്ചോർത്ത് ശാന്തനുവിനും ജ്ഞാനവതിക്കും അഭിമാനം തോന്നി. ഇങ്ങനെ വൃദ്ധരായിട്ടുള്ള നമ്മളെ, അന്ധരായിട്ടുള്ള നമ്മളെ നോക്കുന്ന, നന്നായി പരിപാലിക്കുന്ന ഒരു മകനെ നമുക്ക് കിട്ടിയല്ലോ, നമ്മളുടെ ഭാഗ്യമാണത് എന്ന ഭാവത്തിലൊക്കെ അവർ നിരവധി കാര്യം സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ അവർ ഈ തീർത്ഥാടനത്തിൻ്റെ ഇടയിൽ അയോധ്യയിലെ വനത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. വലിയ വേനൽക്കാലമായതുകൊണ്ട് തന്നെ കലശലായിട്ടുള്ള ദാഹം അച്ഛനമ്മമാർക്ക് അനുഭവപ്പെട്ടു. ആ സമയത്ത് തങ്ങളുടെ മകനായിട്ടുള്ള ശ്രവണകുമാരനോട് വെള്ളം കൊണ്ടുവരാനായി ശാന്തനുവും ജ്ഞാനവതിയും അഭിപ്രായപ്പെട്ടു. ഉടനെ തന്നെ അച്ഛനമ്മമാരെ ഒരു തണൽ ഭാഗത്തേക്ക് മാറ്റിയിരുത്തിക്കൊണ്ട് ശ്രവണകുമാരൻ ഒരു കുടമെടുത്ത് അടുത്തുള്ള ജലാശയം തിരഞ്ഞ് പോകാൻ തുടങ്ങി. ഈ സമയത്താണ് അക്കാലത്ത് അയോധ്യയിലെ യുവരാജാവായിരുന്ന ദശരഥൻ വേട്ടയ്ക്കായി വന്നിരുന്നത്. അദ്ദേഹം ഈ ക്രൂര മൃഗങ്ങളെ വേട്ടയാടുന്ന സമയത്ത് എവിടെ നിന്നോ ഒരു ആന ജലാശയത്തിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് പോലെയുള്ള ശബ്ദം അദ്ദേഹം കേട്ടു. ഉടനെ തന്നെ ദിക്കിലേക്ക് അദ്ദേഹം ഒരു അസ്ത്രം അയക്കുകയും അത് ശ്രവണകുമാരൻ വെള്ളം കുടത്തിൽ ശേഖരിക്കുന്ന സമയത്തുണ്ടായിട്ടുള്ള ഒച്ചയാണെന്നറിയാതെ ശ്രവണകുമാരൻ്റെ നെഞ്ചിലേക്ക് അദ്ദേഹം അമ്പയക്കുകയും ചെയ്തു. താൻ അമ്പയച്ച മൃഗത്തെ കാണാനായി ദശരഥൻ വന്ന സമയത്ത് അദ്ദേഹം കണ്ടത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന ശ്രവണകുമാരനെയാണ്. അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹം തൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ യുവരാജാവായിരുന്ന ദശരഥനോട് പറഞ്ഞു. എൻ്റെ മാതാപിതാക്കൾക്ക് ഇനി ഞാനല്ലാതെ മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇനി താങ്കൾ വേണം അവരെ സംരക്ഷിക്കാൻ, ഈ വെള്ളം അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ ദേഹം ഉപേക്ഷിച്ചു. വളരെയധികം പശ്ചാത്താപത്തോടു കൂടി ദശരഥൻ ആ കുടവുമായി ദമ്പതിമാരിരിക്കുന്ന മരത്തിനരികിലേക്ക് ചെല്ലുന്നു. ഉണ്ടായ വിശേഷങ്ങളൊക്കെ അവരോട് പറയുന്നു. ആ ദുരന്ത വാർത്ത അറിയുന്ന മാതാപിതാക്കൾ നെഞ്ചു തല്ലി കരയുന്നു. വെള്ളം കുടിക്കാനായി രാജാവ് ദശരഥൻ അവരോട് ആവശ്യപ്പെടുന്നു. എന്നാൽ തങ്ങളുടെ മകൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് ആ വെള്ളം കുടിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു. ഒരുപാട് പ്രലോഭനങ്ങളൊക്കെ ദശരഥൻ നൽകിയിരുന്നു. നിങ്ങളെ ഞാൻ നോക്കിക്കൊള്ളാം, ഞാൻ നിങ്ങളുടെ മകനായി ജീവിക്കാം, ഇങ്ങനെ പലതരത്തിലുള്ള പ്രകോപനങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിലും അതൊന്നും എടുക്കാൻ ഈ ദമ്പതിമാർ തയ്യാറായിരുന്നില്ല. അവർ തങ്ങളുടെ മകൻ്റെ ശവശരീരം സംസ്കരിക്കുന്ന സമയത്ത് ആ ചിതയിൽ ചാടി മരിച്ചു എന്നാണ് കഥ. ചിതയിലേക്ക് എടുത്ത് ചാടുന്നതിന് മുമ്പ് ദശരഥനെ ഈ ദമ്പതിമാർ ശപിച്ചു. ഞങ്ങളെങ്ങനെയാണോ പുത്രശോകം കൊണ്ട് മരിച്ചത് അതുപോലെ അങ്ങും ഒരു കാലത്ത് പുത്രശോകത്താൽ മരിക്കട്ടെ എന്ന് ആ ദമ്പതിമാർ അദ്ദേഹത്തെ ശപിച്ചു എന്നാണ്. ആ ശാപമാണ് പിന്നീട് ശ്രീരാമൻ്റെ വനവാസകാലത്തേക്കുള്ള യാത്രയുടെ സമയത്ത് പുത്രശോകം കൊണ്ട് ദശരഥൻ്റെ ദേഹം വിയോഗത്തിന് കാരണമാവുന്നത്. ഒരിക്കൽ നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും മറ്റൊരിക്കൽ അതിൻ്റെ
ഒരു പ്രതിപ്രവർത്തനം എന്നോളം നമ്മളെ തന്നെ ബാധിക്കും. നമ്മളുടെ കർമ്മം തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ കഥയിലൂടെ രാമായണത്തിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധിക്കുന്നത്ര സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ മാത്രമേ കർമ്മഫലത്തെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഈ രാമായണ മാസക്കാലത്ത് സാധിക്കുന്നത്ര സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാവണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.